Welcome back to Bosco Campus Vision. This is the 21st lecture of Web Design and Production for Business. HTML tag rules comes under Module 2. In the previous lecture, we are discussing the basic concepts of HTML and introduction of HTML. Today, we are discussing what are the rules for writing HTML tag. First one is HTML documents are structured documents. Second one, element names are not case sensitive. Third, attribute names are not case sensitive. Fourth point, attribute values may be case sensitive. Fifth one, attribute values should be quoted. Sixth one, element names cannot contain spaces. Next one, browsers collapse and ignore space characters in HTML content. Eighth one, HTML documents may contain comments. Ninth one, elements should nest. 10th one, browsers ignore unknown elements. And the last one is browsers ignore unknown attributes. First rule is HTML documents are structured documents. HTML documents have a well-defined structure. The idea of a content model says that certain HTML elements should occur only within others. അതായത് HTML ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു സ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റ്സ് ആയിരിക്കും. ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടൊരു സ്ട്രക്ചർ കാണും ഇതിന് HTML ഡോക്യുമെൻറ്റ്സിന്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എലമെൻറ്റ് നെയിംസ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്. അതായത് നമ്മൾ ആദ്യത്തെ ലെക്ചറിൻ്റെ അകത്ത് പറഞ്ഞായിരുന്നു HTML എന്ന് എഴുതുന്നത് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത്, അതായത് ഓപ്പണിംഗ് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്തും ക്ലോസിങ് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്താണ് HTML എന്ന് എഴുതുന്നത്. അതിനെയാണ് ടാഗ് എന്ന് നമ്മൾ പറയുന്നത്. അങ്ങനെ എഴുതുന്ന ഈ ടാഗുകൾ എന്ന് പറയുന്നത് എന്താണെന്ന് കേസ് സെൻസിറ്റീവ് ആവണമെന്ന് ഇല്ല. ആൻ എലമെൻറ്റ് സച്ച് as HTML ഈസ് ഇക്വലൻറ്റ് ടു HTML ഓർ HTML, അതായത് ക്യാപിറ്റൽ HTML അല്ലെങ്കിൽ സ്മോൾ HTML അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടോ എഴുതുന്നതിന് എന്താണ് പ്രോബ്ലം ഒന്നുമില്ല. എലമെൻറ്റ് കേസ് ഡസ് നോട്ട് മാറ്റർ ടു എ ബ്രൗസർ. ബ്രൗസറിന് ആ എലമെൻറ്റിൻ്റെ നെയിം എങ്ങനെ എഴുതുന്നതിന് ഒരു പ്രശ്നവും ഇല്ല. ആ ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് ക്ലോസിങ് ഓപ്പണിങ് ആംഗിൾ ബ്രാക്കറ്റിൻ്റെ അകത്ത് എഴുതുന്നതാണ് എലമെൻ്റ് എന്ന് പറയുന്നത്. അത് ഫുള്ളായിട്ട് എഴുതുന്നതിന് ടാഗ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? ഇനിയുള്ള ക്ലാസ്സുകളിലൊക്കെ നമുക്ക് എന്താണ് ടാഗ്, എന്താണ് എലമെൻറ്റ്, അങ്ങനെയുള്ളതൊക്കെ പഠിക്കാം. നെക്സ്റ്റ് ഈസ് ആട്രിബ്യൂട്ട് നെയിംസ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്. ജസ്റ്റ് as HR ഈസ് ഇക്വലൻറ്റ് ടു ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയിരിക്കുന്നത് HR നോ ഷെയ്ഡ് ഈസ് ഇക്വലൻറ്റ് ടു HR നോ ഷെയ്ഡ്, അതായത് സ്മോൾ ലെറ്റർ എഴുതിയിരിക്കുന്നത്, ഓർ HR നോ ഷെയ്ഡ്, അതായത് മിക്സ്ഡ് ആയിട്ട് ലെറ്റേഴ്സ് എഴുതിയേക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ഈ HR എന്നുള്ള ടാഗിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന നോ ഷെയ്ഡ് എന്ന് പറയുന്നതാണ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? HR എന്നുള്ള ടാഗിൻ്റെ അകത്ത് ഒരു ആട്രിബ്യൂട്ടാണ് നോ ഷെയ്ഡ് എന്ന് പറയുന്നത്. അതും എന്താവുന്നില്ല, കേസ് സെൻസിറ്റീവ് അല്ല. കാരണം എങ്ങനെ എഴുതിയാലും ബ്രൗസർ, അതായത് ക്യാപിറ്റൽ ലെറ്ററിലോ സ്മോൾ ലെറ്ററിലോ അല്ലെങ്കിൽ മിക്സ്ഡ് ആയിട്ടോ എഴുതിയാൽ ബ്രൗസർ എന്ത് ചെയ്തോളും, റൺ ചെയ്തോളും, എടുത്തോളും. അതിന് വേറെ ഇഷ്യൂസ് ഒന്നും ഉണ്ടാവത്തില്ല. നെക്സ്റ്റ് പോയിന്റ് ഈസ് ആട്രിബ്യൂട്ട് വാല്യൂസ് മേ ബി കേസ് സെൻസിറ്റീവ്. അതായത് ഈ ആട്രിബ്യൂട്ടിന്, അതായത് ടാഗ് എന്ന് പറഞ്ഞ HR, അതിൻ്റെ അകത്ത് എഴുതിയേക്കുന്ന ഈ നോ ഷെയ്ഡ് എന്ന് പറയുന്നതാണ് ആട്രിബ്യൂട്ട്. ഈ ആട്രിബ്യൂട്ടിന് നമ്മളൊരു വാല്യൂസ് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂസ് എന്തായിരിക്കും എന്നറിയാമോ? കേസ് സെൻസിറ്റീവ് ആയിരിക്കും. അതായത് എങ്ങനെയാണ്, ക്യാപിറ്റൽ ലെറ്ററിലാണോ സ്മോൾ ലെറ്ററിലാണോ എന്ന് ബ്രൗസർ നോക്കും. The values of an attribute may be case sensitive, especially if it refers to a file. ചിലപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന ഒരു ഫയൽ നെയിം റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അത് കേസ് സെൻസിറ്റീവ് ആയിരിക്കും ആ ഫയൽ കൊടുക്കുന്നതെന്ന് പറയുന്നത്. ഫയൽ നെയിം ഇൻ IMG എന്ന് പറഞ്ഞാൽ നമ്മൾ ഇമേജിന് ഷോർട്ടായിട്ട് എഴുതുന്ന ടാഗാണ്. അതിനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. IMG SRC ഈക്വൽ ടു ഒരു ഫയലിൻ്റെ നെയിം, അതായത് ആ പിക്ചറിൻ്റെ ഒരു ഇമേജിൻ്റെ പേരാണ് കൊടുത്തേക്കുന്നത്. എന്താണ് താഴെ കൊടുത്തേക്കുന്ന എക്സാമ്പിൾ അടുത്ത് കണ്ടോ? IMG SRC ഈസ് ഈക്വൽ ടു ഈ ഫയൽ നെയിം ഡോട്ട് ജിഫ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിൽ കൊടുത്ത്. ഇത് രണ്ടും എന്തായിരിക്കത്തില്ല, സെയിം ആയിരിക്കത്തില്ല. ബ്രൗസർ എടുക്കുന്നത് സെയിം ആയിരിക്കത്തില്ല. അപ്പോൾ ഈ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും കേസ് സെൻസിറ്റീവ് ആയിരിക്കും. അതായത് ക്യാപിറ്റലിലാണോ സ്മോൾ ലെറ്ററിലാണോ കൊടുക്കുന്നതെന്ന് ബ്രൗസർ നോക്കും.
മനസ്സിലായി? ആദ്യം പറഞ്ഞത് എലമെൻറ്റ്സ് കേസ് സെൻസിറ്റീവ് അല്ല, ആട്രിബ്യൂട്ടുകൾ കേസ് സെൻസിറ്റീവ് അല്ല, പക്ഷേങ്കിൽ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? എപ്പോഴും കേസ് സെൻസിറ്റീവ് ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ആട്രിബ്യൂട്ട് വാല്യൂസ് ഷുഡ് ബി കോട്ടഡ്. അതായത് ഈ ആട്രിബ്യൂട്ട്സ് നമ്മൾ പറഞ്ഞു എങ്ങനെ കൊടുക്കുന്ന വാല്യൂസ് എന്താണ് കേസ് സെൻസിറ്റീവ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ വാല്യൂസ് കൊടുക്കുന്നത് എപ്പോഴും നമ്മൾ ഡബിൾ കോഡ്സ്, ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്തായിരിക്കും എഴുതുന്നത്. ദ ആക്ച്വൽ ആട്രിബ്യൂട്ട് വാല്യൂ മേ കണ്ടെയ്ൻ സ്പേസസ് ഓർ അതർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഇഫ് ഇറ്റ് ഈസ് എൻക്ലോസ്ഡ് ബൈ കോഡ്സ്. അതായത് എങ്ങനെ കൊടുക്കുകയാണെങ്കിലും അതെന്താണ് ഡബിൾ കോഡ്സിൻ്റെ അകത്ത് വേണം, നമ്മൾ ഡബിൾ ഇൻവേർട്ടഡ് കോമയ്ക്കകത്തായിരിക്കും നമ്മൾ ഈ വാല്യൂസ് എഴുതുന്നത്. നെക്സ്റ്റ് വൺ, എലമെൻറ്റ് നെയിംസ് കനോട്ട് കണ്ടെയ്ൻ സ്പേസസ്. നമ്മൾ എന്താണ് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ടാഗ് എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ നെയിം കൊടുക്കുന്നത് ഒരിക്കലും സ്പേസ് ഒന്നും ഇട്ട് കൊടുക്കാൻ പാടില്ല. ബ്രൗസേഴ്സ് ട്രീറ്റ് ദ ഫസ്റ്റ് സ്പേസ് എൻകൗണ്ടേർഡ് inside an element as the end of an element's name and the beginning of its attributes. ഫോർ എക്സാമ്പിൾ നോക്കി, IMG എന്ന് പറഞ്ഞൊരു ടാഗ് കൊടുത്തേക്കുന്നത് I കഴിഞ്ഞിട്ട് സ്പേസ് കൊടുത്ത് M കഴിഞ്ഞിട്ട് സ്പേസ് കൊടുത്ത് G. അതെന്ന് പറയുന്നത് IMG ടാഗ് ആണെന്ന് ബ്രൗസർ ഒരിക്കലും മീൻ ചെയ്യത്തില്ല. ബ്രൗസർ ചിലപ്പോൾ അത് സ്പെസിഫൈ ചെയ്യുന്നതെന്ന് പറയുന്നത് എന്താണ്, ഇറ്റാലിക്കിന് നമ്മൾ I എന്നാണ് കൊടുക്കുന്നത്, ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസിങ് ബ്രാക്കറ്റിൻ്റെ അകത്ത് I എന്നാണ് കൊടുക്കുന്നത്. അപ്പം എന്താണ് ഇറ്റാലിക് എലമെൻ്റ് ആണെന്ന് അത് ബ്രൗസർ തെറ്റിദ്ധരിക്കും. നെക്സ്റ്റ് വൺ, ബ്രൗസർ കൊളാപ്സ് ആൻഡ് ഇഗ്നോർ സ്പേസ് ക്യാരക്ടേഴ്സ് ഇൻ HTML കണ്ടന്റ്. ബ്രൗസേഴ്സ് കൊളാപ്സ് എനി സീക്വൻസ് ഓഫ് സ്പേസസ്, ടാബ്സ് ആൻഡ് റിട്ടേൺ ഇൻ ആൻ HTML ഡോക്യുമെൻ്റ് ഇൻ എ സിംഗിൾ സ്പേസ് ക്യാരക്ടർ. അതായത് ബ്രൗസർ നമ്മൾ എഴുതുന്ന കണ്ടൻറ്റിൻ്റെ അകത്ത് സ്പേസോ അതുപോലെ തന്നെ എന്തെങ്കിലും ടാബുകളോ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതെന്ത് ചെയ്ത് ബ്രൗസർ നമ്മൾ കണ്ടൻറ്റ് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് റൺ ചെയ്യുമ്പോൾ എന്തായിരിക്കത്തില്ല, അതൊന്നും എടുക്കത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. ബ്രൗസർ തന്നെ എന്ത് ചെയ്യുന്നു, അത് ഇഗ്നോർ ചെയ്യും. ഈ സ്പേസ് ക്യാരക്ടേഴ്സ് എല്ലാം ഇഗ്നോർ ചെയ്യും. നമ്മൾ കണ്ടൻറ്റ് എഴുതി കൊടുക്കുമ്പോൾ സ്പേസുകളൊക്കെ ഇടുന്നതെന്ന് പറയുന്നത്, ഇപ്പം നമ്മൾ വിചാരിക്കും കണ്ടൻറ്റ് എഴുതി കൊടുക്കുമ്പോൾ അടുത്ത പാരഗ്രാഫിലോട്ട് പോകുന്നു ഇതൊക്കെ കൊടുക്കുന്നതെന്ന് പറയുന്നത് നമുക്കൊരിക്കലും എന്ത് ചെയ്യത്തില്ല, നമ്മൾ വെബ്സൈറ്റ് റൺ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അതുപോലുള്ള സീക്വൻസിലായിരിക്കത്തില്ല ആ കണ്ടൻറ്റ് വരുന്നത്. ഓരോന്ന് കൊടുക്കാനും ഇപ്പോൾ പാരഗ്രാഫ് ആണെങ്കിൽ നമ്മൾ പീന്ന് കൊടുക്കും, നെക്സ്റ്റ് ലൈനിൽ പോകാൻ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ BR കൊടുക്കും. ഈ ടാഗുകളൊക്കെ നമ്മൾ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കത്തില്ല, അതേ ഫോർമാറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫോർമാറ്റിലായിരിക്കത്തില്ല വെബ്സൈറ്റ് ക്രിയേറ്റ് ആവുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന കണ്ടൻറ്റിൻ്റെ അകത്ത് നമ്മൾ സ്പേസ് ബാറോ അല്ലെങ്കിൽ എന്താണ് എൻ്റർ കീ പ്രസ് ചെയ്ത് നെക്സ്റ്റ് ലൈനിലോട്ട് കൊടുക്കുന്നതോ ഒന്നും എന്ത് ചെയ്യത്തില്ല, റൺ ചെയ്യുമ്പോൾ അതൊന്നും സ്പെസിഫിക് ആയിട്ട് കണ്ടൻറ്റിൻ്റെ അകത്ത് കാണത്തില്ല. ബ്രൗസർ തന്നെ എന്ത് ചെയ്യുന്നു, അത് ഇഗ്നോർ ചെയ്ത് കളയുന്നു. നെക്സ്റ്റ് വൺ, HTML ഡോക്യുമെൻറ്റ്സ് മേ കണ്ടെയ്ൻ കമൻറ്റ്സ്. നമുക്ക് HTML ഡോക്യുമെൻറ്റ്സിൻ്റെ അകത്ത് കമൻറ്റുകൾ കൊടുക്കാൻ പറ്റും. ഈ കമൻ്റ് എന്ന് പറയുന്നത് ബ്രൗസർ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, അത് റീഡ് ചെയ്തെടുക്കത്തില്ല. നമുക്ക് യൂസേഴ്സിന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ കമൻറ്റ്സ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ കമൻറ്റ് ലൈനിൻ്റെ അകത്ത് നമ്മൾ ചിലപ്പം എന്തായിരിക്കും, അത് ഇമേജിനെ സ്പെസിഫൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അത് അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി കൊടുക്കുന്നതാണെന്നൊന്ന് സ്പെസിഫൈ ചെയ്ത് ഒരു യൂസർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഈ എന്ത് കൊടുക്കുന്നത്, കമൻസുകൾ കൊടുക്കുന്നത്. HTML supports comments that are not displayed within a browser window. ബ്രൗസർ വിൻഡോയിൽ നമുക്ക് ഒരിക്കലും ഡിസ്പ്ലേ ചെയ്യത്തില്ല എന്തെന്ന് പറയുന്നത് ഈ കമൻസ് എന്ന് പറയുന്നത്. കമൻസ് ആർ ഡിനോട്ടഡ് ബൈ എ സ്റ്റാർട്ട് വാല്യൂ ഓഫ് ആംഗിൾ ബ്രാക്കറ്റ് നോട്ട് 2 ഹൈഫൻ ആൻഡ് എൻഡ് 2 ഡോട്ട് ഇട്ട് ആംഗിൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതിൻ്റെ അകത്തായിരിക്കണം നമ്മൾ കമൻസ് കൊടുക്കുന്നത്. ആൻഡ് എൻഡ് വാല്യൂ ഓഫ് എന്ന് പറഞ്ഞാൽ അതിന് പകരമായിട്ട് നമുക്ക് കൊടുക്കേണ്ട കമൻസ് കൊടുക്കുന്നത്. കമൻസ് ക്യാൻ ബി മെനി ലൈൻസ് ലോങ്, അതായത് എത്ര ലൈൻസിൽ വേണമെങ്കിലും കമൻസ് കൊടുക്കാം. തുടങ്ങുന്ന ഓപ്പണിങ് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു, ക്ലോസിങ് എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു. ഇതിൻ്റെ അകത്ത് നമുക്ക് കമൻസ് കൊടുക്കാം. ബ്രൗസർ വിൻഡോയിൽ ഇതൊരിക്കലും ഡിസ്പ്ലേ ആകത്തും ഇല്ല. Elements should nest. Elements often contain other elements inside the document section that they enclose.
Any element that starts with a section enclosed by another element must also end within that section. അതായത് എലമെൻറ്റ്സ് നമുക്ക് നെസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമ്മൾ ടേബിളൊക്കെ ചെയ്യുമ്പം ഇനി അങ്ങോട്ട് വരുന്ന ലെക്ചേഴ്സിൻ്റെ അകത്ത് മനസ്സിലാവും. ടേബിളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ നെസ്റ്റ് ചെയ്ത് കൊടുക്കും. അതായത് ഓരോ കോളവും റോ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നെസ്റ്റ് കൊടുക്കും. അതാണ് പറഞ്ഞേക്കുന്നത്. എനി എലമെൻറ്റ് ദാറ്റ് സ്റ്റാർട്ട്സ് വിത്തിൻ എ സെക്ഷൻ എൻക്ലോസ്ഡ് ബൈ അനദർ എലമെൻറ്റ് മസ്റ്റ് ഓൾസോ എൻഡ് വിത്തിൻ ദാറ്റ് സെക്ഷൻ. ആ സെക്ഷനിൽ തന്നെ നെസ്റ്റ് ചെയ്ത് ഒന്നിലധികം നമ്മൾ കൊടുക്കുമ്പോൾ ആ സെക്ഷനിൽ തന്നെ ക്ലോസ് ചെയ്യണമെന്നാണ് പറഞ്ഞേക്കുന്നത്. നെക്സ്റ്റ് വൺ, ബ്രൗസേഴ്സ് ഇഗ്നോർ അൺനോൺ എലമെൻറ്റ്സ്. അതായത് ബ്രൗസറിന് മനസ്സിലാവാത്ത രീതിയിലുള്ള വേർഡ്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ബ്രൗസർ എന്ത് ചെയ്യുന്നു, അത് ഇഗ്നോർ ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? അതായത് HTML എന്നുള്ള നമ്മളിപ്പോൾ പഠിച്ചു ടാഗ് എഴുതുന്നത്. HTML എന്തിനു വേണ്ടിയിട്ടായിരുന്നു? എന്താണ്, അതൊരു HTML ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഫയലാണെന്ന് മനസ്സിലാവാൻ വേണ്ടി. അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് കുറേ ടാഗുകളുണ്ട്. ഹെഡ്, അതുപോലെ ടൈറ്റിൽ, ബോഡി, ഇതുപോലുള്ള ടാഗ് എന്ന് പറയുന്നത് അത് എന്താണ്, ആ ലാംഗ്വേജിന് മനസ്സിലാവും. അതുപോലെ നമ്മളിപ്പം സ്റ്റോറി എക്സാമ്പിൾ പറയുകയാണ്, സ്റ്റോറിന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വേർഡെന്നോ അങ്ങനെയൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അതൊരു വാലിഡ് അല്ലാത്ത ഒരു ടാഗാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ബ്രൗസർ തന്നെ അത് എന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? ബ്രൗസേഴ്സ് ഇഗ്നോർ അൺനോൺ എലമെൻറ്റ്സ്. ബ്രൗസേഴ്സ് ഇഗ്നോർ എലമെൻറ്റ്സ് ദേ ഡു നോട്ട് അണ്ടർസ്റ്റാൻഡ്. ബ്രൗസറിന് അത് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ they do however attempt to interpret any content enclosed by an unknown element. Next one is browsers ignore unknown attributes. നമ്മൾ പറഞ്ഞ ഈ അൺനോൺ എലമെൻറ്റ്സ് കൊടുക്കുന്ന പോലെ തന്നെ ബ്രൗസറിന് മനസ്സിലാവാത്ത ആട്രിബ്യൂട്ട്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. As with elements, browsers ignore any attributes that they don't understand. ബ്രൗസറിന് മനസ്സിലാവാത്ത രീതിയിലുള്ള ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രൗസർ അതെന്ത് ചെയ്യുന്നു, ഇഗ്നോർ ചെയ്യുന്നു. അതാണ് പറഞ്ഞേക്കുന്നത്. എലമെൻറ്റ്സ് ആയിക്കോട്ടെ ആട്രിബ്യൂട്ട്സ് ആയിക്കോട്ടെ ബ്രൗസേഴ്സിന് മനസ്സിലാവാത്ത രീതിയിലുള്ള എന്താണ് ടാഗുകളാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, ഈ ബ്രൗസർ തന്നെ അത് ഇഗ്നോർ ചെയ്ത ശേഷമായിരിക്കും വെബ്സൈറ്റിൽ കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ആ എലമെൻറ്റ്സ് ഒന്നും കാണിക്കത്തില്ല. അപ്പോൾ റൂൾസ് പറഞ്ഞതെന്ന് പറയുന്നത്, ഫസ്റ്റ് വൺ, HTML ഡോക്യുമെൻറ്റ്സ് ആർ സ്ട്രക്ചേർഡ് ഡോക്യുമെൻറ്റ്സ്. എലമെൻറ്റ് നെയിംസ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്. ആട്രിബ്യൂട്ട് നെയിംസ് ആർ നോട്ട് കേസ് സെൻസിറ്റീവ്. ആട്രിബ്യൂട്ട്സ് വാല്യൂസ് മേ ബി കേസ് സെൻസിറ്റീവ്. ആട്രിബ്യൂട്ട് വാല്യൂസ് ഷുഡ് ബി quoted. Element names cannot contain spaces. Then browsers collapse and ignore space characters in HTML document. HTML documents may contain comments. Elements should nest. Browsers ignore unknown elements. And the last one is browsers ignore unknown attributes. Your assignment question is, what are the rules of HTML tag? What are the rules of HTML tags? അതായത് നമ്മൾ HTML ഒരു പ്രോഗ്രാം എഴുതുമ്പോൾ മസ്റ്റായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട റൂൾസാണിത്. എങ്ങനെയാണ് ഒരു HTML പ്രോഗ്രാം എഴുതുന്നതെന്നുള്ള റൂൾസാണ് ഈ പറഞ്ഞേക്കുന്നത്.